शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्मायशेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वचांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം.
എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവ ആശംസകൾ. രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ ഭൗതിക സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. ഭൗതിക സ്വാതന്ത്ര്യം ഉള്ളപ്പോഴാണ് നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധയുണ്ടാവുക. അങ്ങനെ ആത്മീയ സ്വാതന്ത്ര്യമാണ് പരമമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു പരമമായ ലക്ഷ്യം പ്രാപിക്കാൻ ഈ ഭാരതത്തിൽ ജനിച്ച നമുക്ക് ഏവർക്കും ഭാരതാംബയുടെ ഋഷി പരമ്പരയുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ദയാനന്ദ സ്വാമിജിയുടെ ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്താണ് 30 ഓഗസ്റ്റ് 1930 ജനിച്ചു. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 92 വയസ്സായനെ. 85 വയസ്സിൽ ശരീരം വെടിഞ്ഞു. 7 വർഷമായി സ്വാമിജി ദേഹം വെടിഞ്ഞിട്ട്. ഈ സെപ്റ്റംബർ 23 വന്നാൽ അദ്ദേഹത്തിൻ്റെ 7ാം സമാധി ദിനം. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം രേവതി, കർക്കിടക മാസത്തിലെ രേവതി. നാളെ നമുക്ക് ഗുരുദേവൻ്റെ ജയന്തി ദിനമായിട്ട് ആചരിക്കാം. ഇന്ന് നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ തുടരാം. ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധം 25-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 56 ശ്ലോകം വരെ എടുത്തു കഴിഞ്ഞു. ഇനി ഏതാനും 5-6 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. എന്തായാലും പുരഞ്ജനോപാഖ്യാനം എന്നുള്ള ആത്മീയമായിട്ടുള്ളൊരു തത്വോപദേശം നാരദ മഹർഷി പ്രാചീന ബർഹിസ് എന്ന രാജാവിനെ മുൻനിർത്തി നമുക്കെല്ലാം നൽകുന്ന ഉപദേശമാണ്. അത് നമുക്കതിൻ്റെ കൂടുതൽ വിശദമായി കാണാം. അതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 43 മുതൽ 62 വരെയുള്ള ശ്ലോകങ്ങൾ ഇപ്പം ചൊല്ലാം ആദ്യം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് പിന്നെ പോവാം. അപ്പോൾ 25-ാം അധ്യായത്തിലെ 43-ാം ശ്ലോകം. നാരദ ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അത് ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 25-തമോऽധ്യായഃ. നാരദ ഉവാച. ഇതി തൗ ദമ്പതീ തത്ര സമുദ്യ സമയം താം പ്രവിശ്യ പുരീം രാജൻ മുമുദാദേ ശതം സമാഹ. ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ ക്രീഡൻ പരിവൃതസ്ത്രീഭിഃ ഹൃദിനീം ആവിശത് ശുചൗ. സപ്തോപരികൃതാദ്വാരഃ പുരസ്തസ്യാസ്തു ദ്വേ അധഃ പൃഥഗ് വിഷയഗത്യർത്ഥം തസ്യാം യഃ കശ്ചനേശ്വരഃ. പഞ്ചദ്വാരസ്തു പൗരസ്ത്യാഃ ദക്ഷിണൈകാ തതോത്തരാ പശ്ചിമേ ദ്വേ അമൂഷാം തേ നാമാനി നൃപവർണ്ണയേ. ഗദ്യോദാവിർമുഖീ ച പ്രാഗ്ദ്വാരൗ ഏകത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതി താഭ്യാം ദ്യുമത്സകഃ.
നളിനീ നാളിനീ ച പ്രാഗ്ദ്വാരൗ ഏകത്ര നിർമ്മിതേ അവധൂതസകസ്താഭ്യാം വിഷയം ജാതി സൗരഭം മുഖ്യാനാമ പുരസ്താദ്വാഹ തയാപണ ബഹൂദനൗ വിഷയൗ യാതി പുരരാട് രസജ്ഞ വിപണാന്വിതഃ പിതൃഹൂർനൃപപുര്യാദ്വാഹ ദക്ഷിണേന പുരഞ്ജനഃ രാഷ്ട്രം ദക്ഷിണ പഞ്ചാലം യാതി ശ്രുതധരാന്വിതഃ ദേവഹൂർനാമ പുര്യാദ്വാ ഉത്തരേണ പുരഞ്ജനഃ രാഷ്ട്രമുത്തര പഞ്ചാലം യാതി ശ്രുതധരാന്വിതഃ ആസുരീ നാമ പശ്ചാദ്വാഹ തയാ യാതി പുരഞ്ജനഃ ഗ്രാമകം നാമ വിഷയം ദുർമദേന സമന്വിതഃ നിരുർദിർനാമ പശ്ചാദ്വാഹ തയാ യാതി പുരഞ്ജനഃ വൈശസം നാമ വിഷയം ലുബ്ധകേന സമന്വിതഃ അന്തൗ അമീഷാം പൗരാണാം നിർവാക്പേശസ്കൃതൗ ഉഭൗ അക്ഷന്വതാം അധിപതിഃ താഭ്യാം യാതി കരോതി ച സയർഹ്യന്തഃ പുരഗതോ വിശോചീനം സമന്വിതഃ മോഹം പ്രസാദം ഹർഷം വാ യാതി ജായാത്മജോത്ഭവം ഏവം കർമ്മസു സംസക്തഃ കാമാത്മാ വഞ്ചിതോ ബുധഃ മഹിഷീ യദീഹേത തത്തദേവാന്വവർത്തത ക്വചിത് പിബന്ധ്യാം പിബതി മദിരാം മദവിഹ്വലഃ അസ്നന്ദ്യാം ക്വചിത് അസ്നാതി ജക്ഷത്യാം സഹ ജക്ഷതി ക്വചിത് ഗായതി ഗായന്ത്യാം രുദത്യാം രുദതി ക്വചിത് ക്വചിത് ഹസന്ത്യാം ഹസതി ജൽപന്ത്യാം അനുജൽപതി ക്വചിത് ധാവതി ധാവന്ത്യാം തിഷ്ഠന്ത്യാം അനുതിഷ്ഠതി അനുശേതേ ശയാനായാം അന്വാസ്തേ ക്വചിദാസതി ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്ത്യാം അനുപശ്യതി ക്വചിത് ജിഘ്രതി ജിഘ്രന്ത്യാം സ്പൃശന്ത്യാം സ്പൃശതി ക്വചിത് ക്വചിത് ശോചതീം ജായാം അനുശോചതി ദീനവത് അനുഹൃഷ്യതി ഹൃഷ്യന്ത്യാം മുദിതാം അനുമോദതേ വിപ്രലബ്ധോ മഹിഷ്യൈവം സർവപ്രകൃതിവഞ്ചിതഃ നേച്ഛൻ അനുകരോത്യജ്ഞഃ ക്ലൈബ്യാത് ക്രീഡാമൃഗോ യഥാ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ പഞ്ചവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ. അപ്പോൾ പുരഞ്ജനൻ ഈ നവദ്വാരമുള്ള പുരത്തിൻ്റെ പുറത്ത് ഒരു പ്രമദയെ, സുന്ദരിയെ കണ്ട് അവളോട് നീ ആരാണെന്നൊക്കെ ചോദിച്ച കാര്യങ്ങളും നീ എന്നെ സന്തോഷിപ്പിക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായി പരിഗ്രഹമായിരിക്കൂ എന്നൊക്കെ അപേക്ഷിച്ചതും കണ്ടു. അതിന് മറുപടിയായിട്ട് ആ സ്ത്രീ പ്രമദ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളും കണ്ടു. അതിനുശേഷം അവർ ആ പുരിയിൽ പ്രവേശിച്ച് രണ്ടുപേരും കൂടി ദമ്പതികളായിട്ട് പരസ്പര എന്താ പറയുക, വിവാഹ വ്യവസ്ഥകളോടുകൂടെ ഒന്നിച്ചു കഴിഞ്ഞു. സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനായി, ഗായകന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടവനായി, പലപ്പോഴും ശുചി സമയത്ത് എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഒരു ജലാശയത്തിൽ മുങ്ങുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനെയും ഉപമിച്ചു. ജീവൻ എങ്ങനെയാണോ സുഷുപ്തിയിലേക്ക് പോകുന്നത്, ആ സുഷുപ്തി അവസ്ഥയെയാണ് ഇവിടെ ഹ്രദത്തിൽ മുങ്ങുന്നതായിട്ട് പറയുന്നത്. പിന്നെ ആ ശരീരത്തിലുള്ള 9 ദ്വാരങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു.
7 ദ്വാരങ്ങൾ മുകളിലാണ്, 2 താഴെയാണ്. ഓരോ കാര്യത്തിലേക്ക് പോകാൻ, ഓരോ വിഷയത്തിലേക്ക് പോകാൻ ഓരോ ദ്വാരങ്ങൾ. അതിൽ 5 ദ്വാരങ്ങൾ കിഴക്കോട്ടാണ്, 1 തെക്കോട്ട്, 1 വടക്കോട്ട്, 2 പടിഞ്ഞാട്ട് നേരത്തെ പറഞ്ഞു. അതിൽ കിഴക്കേ ദ്വാരങ്ങൾ ഗദ്യോതം, ആവിർമുഖി എന്ന പേരുകൾ ഒരേ സ്ഥലത്താണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വിഭ്രാജിതം എന്ന പേരുള്ള ജനപദത്തിലേക്ക് ദ്യുമാന്റെ സഹായത്തോടുകൂടെ ഈ പുരഞ്ജനൻ പോകുന്നു. അതുപോലെ നളിനി, നാളിനി എന്നുള്ള 2 ദ്വാരങ്ങൾ മുമ്പിൽ തന്നെയാണ്. അവധൂതനോടുകൂടെ സൗരഭം എന്ന വിഷയത്തിലേക്ക്, ലോകത്തിലേക്ക്, ആ ദേശത്തേക്ക് ഈ പുരഞ്ജനൻ ആ വഴിക്ക് പോകുന്നു. മുഖ്യ എന്ന പേരുള്ള ഒരു മുഖ്യമായിട്ടുള്ള ദ്വാരം, അതിലൂടെ ആപണം, ബഹൂദനം എന്നുള്ളതായിട്ടുള്ള വിഷയങ്ങൾ 2ലേക്ക് ഈ പുരരാട്ട്, രസജ്ഞൻ, വിപണൻ എന്നിങ്ങനെ 2 പേരോടുകൂടെ അനുഗമിക്കപ്പെട്ടവനായിട്ട് പോകുന്നു. അതുപോലെ അധോദ്വാരങ്ങളിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായിട്ടുള്ള ദ്വാരങ്ങൾ, തെക്ക് ഭാഗത്തേക്കുള്ള ദ്വാരം പിതൃഹു എന്നു പേരുള്ളതായിട്ടുള്ള ദക്ഷിണദ്വാരം. അതിലൂടെ ശ്രുതധരൻ എന്ന സഹായിയോടുകൂടെ ദക്ഷിണ പഞ്ചാലം എന്ന രാഷ്ട്രത്തിലേക്ക് പോകുന്നു. ദേവഹു എന്നു പേരുള്ള വടക്ക് ഭാഗത്തുള്ള പുരിയിലേക്ക്, ഉത്തര പഞ്ചാലം എന്നറിയപ്പെടുന്ന പുരിയിലേക്ക് ശ്രുതധരനോടുകൂടെ തന്നെ പുരഞ്ജനൻ പോകുന്നു. താഴെ പടിഞ്ഞാറ് ദ്വാരമായിട്ടുള്ള ആസുരി എന്നു പേരുള്ള ദ്വാരത്തിലൂടെ പുരഞ്ജനൻ ഗ്രാമകം എന്നു പേരുള്ള ദേശത്തേക്ക് ദുർമദനോടുകൂടെ പോകുന്നു. നിരുതി എന്നു പേരുള്ള പടിഞ്ഞാറേ ദ്വാരത്തിലൂടെ വൈശസം എന്ന വിഷയത്തിലേക്ക് ലുബ്ധകനോടുകൂടെ പുരഞ്ജനൻ പോകുന്നു. പിന്നെ 2 അന്ധകാരപൂർണമായിരിക്കുന്ന, അന്തങ്ങളായിരിക്കുന്ന 2 വഴികളുണ്ട്. അടഞ്ഞു കിടക്കുകയാണവ. അത് നിർവാക, പേസസ്കൃതൗ എന്ന 2 വഴികളാണ്. യാതി, കരോതി, പോവുകയും ചെയ്യുകയും ചെയ്യാനുള്ള വഴികളാണിത്. അതിൽ അത് കാലും കയ്യിനെയുമാണ് ഇവിടെ ജീവന്റെ ഇതിൽ സൂചിപ്പിച്ചത്. മറ്റുള്ളതൊക്കെ ഓരോന്നും പറയുമ്പോൾ ഓർമ്മ വന്നു കാണും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിട്ടുള്ള ആ തത്വങ്ങൾ. ഇങ്ങനെ എപ്പോഴാണോ വിഷൂചീനൻ എന്ന ഒരു മന്ത്രിയോടുകൂടെ, സുഹൃത്തിനോടുകൂടെ അന്തഃപുരത്തിൽ ഗമിക്കുന്നത്, അപ്പോൾ ഭാര്യ, മക്കൾ മുതലായവരിൽ നിന്നുള്ള മോഹം, പ്രസാദം, ഹർഷം മുതലായ ഭാവങ്ങളെ ഈ പുരന്ദരൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വിഷൂചീനൻ എന്നത് മനസ്സാണ്. മനസ്സിനോടുകൂടെ ഈ ജീവൻ അഭിമാനിച്ച് ജായാത്മജോത്ഭവം, ഭാര്യയിൽ നിന്നും പുത്രന്മാരിൽ നിന്നുള്ളതായിട്ടുള്ള മോഹം, പ്രസാദം, ഹർഷം മുതലായിട്ടുള്ള വികാരങ്ങളെ അനുഭവിക്കുന്നു അന്തഃപുരത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയത്തിൽ എന്നർത്ഥമാണ്. അപ്പം ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് പല ദ്വാരങ്ങളിലൂടെ ഈ പുരഞ്ജന രാജാവ് പോകുന്നതിനെ, ജീവൻ ഓരോരോ ദ്വാരങ്ങളിലൂടെ പോകുന്നതിനെ നമ്മൾ കണ്ടു. ഏവം കർമ്മസു സംസക്തഃ കാമാത്മാ വഞ്ചിതോ അബുധഃ മഹിഷി യദ്യദീഹേത തത്തദേവ അന്വവർത്തത. ഇങ്ങനെ കാമാത്മാവായിരിക്കുന്ന ആ പുരഞ്ജനൻ അബുധഃ മൂഢനായിട്ട്, വഞ്ചിതഃ സ്വയം അറിവില്ലായ്മ കൊണ്ട് വഞ്ചിതനായിട്ട്, കർമ്മസു സംസക്തഃ കർമ്മങ്ങളിൽ ആസക്തനായിട്ട്, മഹിഷി യദ്യത് ഈഹേത ഭാര്യ എന്തെന്ത് ചെയ്യുന്നുവോ തത്തദേവ അന്വവർത്തത അതാത് കർമ്മങ്ങളെ അനുവർത്തിച്ചു. അപ്പോൾ വെറുമൊരു സ്ത്രീലമ്പടനായ രാജാവായി മാറി. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ലാതായി, ഭാര്യയുടെ വെറും നിഴലായി മാറി എന്നിവിടെ രാജാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇവിടെ ജീവനെ സംബന്ധിച്ച് ഈ ജീവൻ ഈ ബുദ്ധിയുമായി വീഴ്ചയിലായി. ഈ ബുദ്ധി എന്തിലൊക്കെ അഭിമാനിക്കുന്നുവോ അതൊക്കെ ജീവന്റെ അഭിമാനമായി മാറി എന്ന് അർത്ഥമാണ്. നമ്മൾ ഓരോ കരണങ്ങളെ കൊണ്ടും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അത് ഞാൻ ചെയ്യുന്നു എന്ന് ബുദ്ധിയാണ് അഭിമാനിക്കുന്നത്. ആ ബുദ്ധിയുടെ അഭിമാനം അങ്ങനെ തന്നെ
ജീവൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭാര്യയെ അനുകരിക്കുന്നവനായി, ഭാര്യ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ താൻ ചെയ്യുന്നവനായി തീർന്നു എന്നിവിടെ പുരഞ്ജന രാജാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, രാജാവിന്റെ കഥ അവിടെ ഇരിക്കട്ടെ, നമുക്കിപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എവിടെയോ ഏതോ കാലത്ത് ഏതോ രാജാവ് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളിപ്പോൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ സ്കൂൾ പുസ്തകങ്ങളിലും വരുന്നില്ല. പരീക്ഷയ്ക്ക് വല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ ഒരു പ്രയോജനമില്ലാത്ത ആ കഥ കൊണ്ട് നമുക്കിവിടെ എന്താ കാര്യം? അതുകൊണ്ട് അവിടുന്ന് നമ്മൾ ഈ കഥ ഋഷി എന്താണ് ഉദ്ദേശിക്കുന്നത്, ആചാര്യന്മാർ എന്താ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പുരഞ്ജനൻ എന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ബുദ്ധിക്ക് അടിമയായി മാറിയിരിക്കുന്നത്. പുരഞ്ജനൻ തൻ്റെ രാജ്ഞിക്ക് പുരഞ്ജനിക്ക് അടിമയായതുപോലെ നമ്മൾ ബുദ്ധിയുമായി അമിതമായിട്ടുള്ള ആ ഒരു വീഴ്ചയിൽ ഏർപ്പെട്ട് ആ ബുദ്ധിക്ക് അധീനനായി തീർന്ന് സ്വയം യാതൊരു വ്യക്തിത്വവും ഇല്ലാതെയായി തൻ്റെ സ്വരൂപം മറന്നു, തൻ്റെ സ്വാതന്ത്ര്യം കളഞ്ഞു, താനിപ്പോൾ ഭാര്യയുടെ വെറും അടിമയായി മാറി എന്ന് അർത്ഥമാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഇനിയും എന്താണ് പറയുന്നത് 57 മുതൽക്കുള്ള ശ്ലോകങ്ങൾ നോക്കാം. ക്വചിത് പിബന്ധ്യാം പിബതി മദിരാം മദവിഹ്വലഃ അസ്നന്ദ്യാം ക്വചിദസ്നാദി ചക്ഷന്ത്യാം സഹ ചക്ഷതി ക്വചിത് ഗായതി ഗായന്ത്യാം രുദത്യാം രുദതി ക്വചിത് ക്വചിത് ഹസന്ത്യാം ഹസതി ജൽപന്ത്യാം അനുജൽപതി ക്വചിത് ധാവതി ധാവന്ത്യാം തിഷ്ഠന്ത്യാം അനുതിഷ്ഠതി അനുശേദേ ശയാനായാം അന്വാസ്തേ ക്വചിദാസതി ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്ത്യാം അനുപശ്യതി ക്വചിത് ജിഗ്രതി ജിഗ്രന്ത്യാം സ്പൃശന്ത്യാം സ്പൃശതി ക്വചിത് ക്വചിച്ച ശോചതീം ജായാം അനുശോചതി ദീനവത് അനുഹൃഷ്യതി ഹൃഷ്യന്ത്യാം മുദിതാം അനുമോദതേ വിപ്രലബ്ധോ മഹിഷ്യൈവം സർവപ്രകൃതിവഞ്ചിതഃ നേച്ഛൻ അനുകരോത്യജ്ഞഃ ക്ലൈബ്യാത് ക്രീഡാമൃഗോ യഥാ. ഈ 6 ശ്ലോകങ്ങളിലൂടെ മുമ്പ് പറഞ്ഞതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. 56-ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞു? മഹിഷി യത് യത് ഈഹേത തത്തദേവ അന്വവർത്തത. മഹിഷി എന്തെന്ത് ചെയ്തുവോ അതിനെയൊക്കെ അനുവർത്തിച്ചു, അനുകരിച്ചു, താദാത്മ്യം പ്രാപിച്ചു, മഹിഷിയെ പിന്തുടർന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണെന്ന് ക്വചിത് പിബന്ധ്യാം പിബതി മദിരാം മദവിഹ്വലഃ. ഇപ്പൊ ഇവിടെ ക്വചിത് പിബന്ധ്യാം, ചില സമയം, ക്വചിത് 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 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 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 എന്നർത്ഥമാണ്. ക്വ എന്നുള്ളതായിട്ടുള്ളത് ചില എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. അപ്പൊ എവിടെയാണ്, എപ്പോഴോ, ഏതെല്ലാമോ സമയങ്ങളിൽ എന്നൊക്കെ അർത്ഥത്തിലാണ് ക്വചിത്. അപ്പൊ ചില സമയങ്ങളിൽ പിബന്ധ്യാം പിബതി. ആര് പിബന്ധ്യാം? പുരഞ്ജന്യാം പിബന്ധ്യാം. പുരഞ്ജനി പാനം ചെയ്യുമ്പോൾ പുരഞ്ജനഹാപി പിബതി, പുരഞ്ജനനും പാനം ചെയ്യുന്നു. അപ്പോൾ അവൾ എപ്പോഴാണോ കുടിക്കുന്നത് അപ്പോൾ താനും കുടിക്കുന്നു. എന്താ കുടിക്കുന്നത്? മദിരാം, മധുരയെ കുടിക്കുന്നു, മധുരാപാനം ചെയ്യുന്നു. മതവിഹ്വലഃ, എന്നിട്ട് മതത്താൽ വിഹ്വലനാകുന്നു, മതോന്മത്തനായി തീരുന്നു എന്നർത്ഥം. അപ്പൊ ഭാര്യ ചിലപ്പോൾ മദ്യപാനം ചെയ്യുമ്പോൾ പുരഞ്ജന രാജാവും ഒപ്പം മദ്യപാനം ചെയ്യുന്നു എന്നിവിടെ അർത്ഥം. ഇവിടെ മദ്യം എന്നുള്ളത് എന്തും, ഏത് വിഷയവും അനുഭവിക്കുന്നതും ആ ഒരു മോഹം ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ തന്നെയാണ് ഇവിടെ മദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഭാര്യ എന്ത് കുടിക്കുന്നുവോ അത് പുരഞ്ജനൻ കുടിക്കുന്നു എന്നാ പറഞ്ഞത്. അതുപോലെ അസ്നന്ദ്യാം ക്വചിത് അസ്നാദി ചക്ഷന്ത്യാം സഹ ചക്ഷതി. അസ്നന്ദ്യം എന്ന് പറഞ്ഞാൽ അശിക്കുന്നതായിട്ടുള്ള സമയത്ത്, അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക തന്നെയാണ്. ജക്ഷന്ത്യാം എന്ന് പറയുമ്പോഴും ഭക്ഷിക്കൽ തന്നെയാണ്. അപ്പൊ അസ്നന്ദ്യാം അസ്നാദി, അവൾ അശിക്കുമ്പോൾ ഇവൻ അശിക്കുന്നു.
എന്നാൽ ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോകുമ്പോൾ ഇവനും പുറകെ പോകുന്നു. ജക്ഷന്ത്യാം ഭക്ഷിക്കുമ്പോൾ, അഥവാ ഇവിടെ അന്നം കഴിഞ്ഞിട്ട് അശനം കഴിഞ്ഞിട്ട് പിന്നെ താമ്പൂലാദികളൊക്കെ ഭക്ഷിക്കുമ്പോൾ, മറ്റതിൻ്റെ അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കുമ്പോൾ സഹ ജക്ഷതി, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നു. അപ്പോൾ ഭാര്യ ഭക്ഷണം കഴിക്കുമ്പോൾ ഭർത്താവും ഒപ്പം ചെന്ന് കഴിക്കുന്നു. അവൾ താമ്പൂലാദി ചർവണം ചെയ്യുമ്പോൾ അതിലും കൂടെ ചെന്നിരുന്ന് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പുരഞ്ജനൻ പുരഞ്ജനിക്ക് അടിമയായി പുരഞ്ജനി ചെയ്യുന്നതിനൊക്കെ ഒപ്പം അവളെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ജീവനാണ് പുരഞ്ജനൻ, ബുദ്ധിയാണ് പുരഞ്ജനി. എന്നുവെച്ചാൽ ബുദ്ധി ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൽ അഭിമാനിക്കുന്നു, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള അഭിമാനം ബുദ്ധിയുടേതാണ്. അപ്പോൾ ആ ബുദ്ധിയുമായി ചേർന്ന് ഈ ജീവനും അഭിമാനിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ പാനീയം കുടിക്കുന്നു, ഞാൻ താമ്പൂലം ചർവണം ചെയ്യുന്നു എന്നൊക്കെ താദാത്മ്യം പ്രാപിച്ച് പറയുന്നു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ കാര്യത്തെ എടുത്തു പറയും. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്, ഞാനിപ്പോൾ വെള്ളം കുടിക്കുകയാണ്, ഞാൻ കിടക്കുകയാണ്, ഞാൻ ഇരിക്കുകയാണ്, ഞാൻ നടക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇവിടെ വാസ്തവത്തിൽ ഞാൻ ആരാണ്, ആ ഞാൻ ആരെന്ന് അറിയാതെയാണ് ഞാനത് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. എന്താണത് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചില്ല നമ്മൾ. ആരാണ് വെള്ളം കുടിക്കുന്നത്? വെള്ളം കുടിക്കുന്നത് വാസ്തവത്തിൽ ശരീര ആവശ്യമാണ്. അത് വെള്ളം കുടിക്കാനുള്ള അവയവത്തിലൂടെ, വായിലൂടെ വെള്ളം കുടിക്കുന്നു. ആ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ബുദ്ധിയാണ്. ഇപ്പൊ കർത്തൃത്വം അവിടെയൊക്കെ തന്നെ ഉള്ളൂ, അവരാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ജീവൻ ഞാനാണിത് ചെയ്യുന്നത് എന്ന് സ്വയം അതിനോട് താദാത്മ്യം പ്രാപിക്കുന്നു, അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജീവന്റെ എല്ലാ സർവവും, അന്നപാനം മുതലായതൊക്കെ ചെയ്യുന്നതൊക്കെ ബുദ്ധിക്ക് അധീനമായി ചെയ്യുന്നു എന്ന് താല്പര്യം. ബുദ്ധി ചെയ്യുന്നതൊക്കെ താൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു എന്നും താല്പര്യം. വാസ്തവത്തിൽ ജീവൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈശ്വരനാണ് ജീവൻ, ആത്മസ്വരൂപനാണ്. അതിന് വിശപ്പുമില്ല, ദാഹവുമില്ല, ക്ഷീണവുമില്ല, ഒരാവശ്യവുമില്ല. അത് പൂർണ്ണമാണ്. പൂർണ്ണമായിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവന് ഈ ബുദ്ധിയുമായിട്ടുള്ള വീഴ്ച കൊണ്ടാണ്, അമിതമായിട്ടുള്ള താദാത്മ്യം കൊണ്ടാണ് ഇതെല്ലാം തനിക്ക് വേണമെന്ന് തോന്നലും ഇതെല്ലാം താൻ അനുഭവിക്കുന്നു എന്നുള്ളതായിട്ടുള്ള തോന്നലും. കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങൾ ജീവന് വന്നു ചേരുന്നത്. ജീവന് വാസ്തവത്തിൽ ഒരു കർത്തവ്യവും ഇല്ല. എപ്പോഴാണെങ്കിൽ താൻ ധനികനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പിന്നെ ഭിക്ഷയ്ക്ക് പോവോ? അന്ന് വരെ ഭിക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നു, ഭിക്ഷാടനം കൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ തൻ്റെ പേരിൽ ധാരാളം ധനമുണ്ട്, ഇതുവരെ താൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് തനിക്കത് കിട്ടിയത്, തന്നെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചത്, തനിക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി. അപ്പൊ പിന്നെയും ഭിക്ഷയ്ക്ക് പോകേണ്ട കാര്യം ഇല്ല. അതോടുകൂടി അയാളുടെ പ്രവൃത്തികൾ കഴിഞ്ഞു, താൻ ധനികനാണ് എന്നറിയുന്നതോടുകൂടി. അതുപോലെയാണ് ഇവിടെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം പൂർണ്ണതയാണ്, ആത്മസ്വരൂപിയാണ് നമ്മൾ, സച്ചിദാനന്ദമാണ് നമ്മുടെ സ്വരൂപം എന്നറിയുന്നതോടുകൂടിയിട്ട് പിന്നെ ഈ സംസാരത്തിലുള്ളതായിട്ടുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ പുറകെ ഓടില്ല, അതിൽ അഭിമാനിക്കില്ല. ഇനി ശരീരം അതിൻ്റെ ആവശ്യങ്ങൾക്ക് പോയാലും ഞാൻ പോകുന്നു എന്ന് പറയില്ല. ഈ ശരീരത്തിന് വിശക്കുന്നു, അതുകൊണ്ട് അത് ഭക്ഷണം കഴിക്കുന്നു. ഈ ശരീരത്തിന് ദാഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിന് വെള്ളം കൊടുക്കുന്നു. എങ്ങനെയാണോ നമ്മുടെ വാഹനങ്ങൾക്ക് പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ അടിക്കുന്നത്, വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്നത്, അതിൽ ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടപ്പോൾ കൊടുക്കുന്നത്, ടയറിൽ എയർ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ എന്താ പറയുക നട്ടും ബോൾട്ടും ഒക്കെ നമ്മൾ മുറുക്കി വെക്കുന്നത്, അതിൽ നമുക്ക് താതാത്മ്യമില്ലല്ലോ. ഞാൻ ഈ കാറിൻ്റെ ടയറാണ്, അതിൻ്റെ കാറ്റില്ലായ്മ എൻ്റെ വിശപ്പാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാറിൻ്റെ പെട്രോൾ തീർന്നാൽ അയ്യോ എനിക്ക് ദാഹിക്കണു, എനിക്ക് വിശക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല. അയ്യോ കാറിലെ പെട്രോൾ തീർന്നു, അത് വേഗം അടിക്കണം എന്നേ പറയുള്ളൂ.
ഇതുപോലെ നമ്മുടെ ശരീരവും ഒരു ഒബ്ജക്റ്റായിട്ട് മാറി നിന്ന് കാണാൻ സാധിക്കണം. ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും അത് ശരീരത്തിൻ്റെതാണ്, ആത്മാവായ എൻ്റേതല്ല. എനിക്ക് വിശപ്പും ദാഹവും ഇല്ല, എനിക്ക് യാതൊരു കുറവും ഇല്ല, ഞാൻ നിത്യ തൃപ്തനാണ്, നിത്യപൂർണനാണ് എന്ന് നിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിക്കണം. അപ്പം നമുക്കിതിനെയെല്ലാം ഒബ്ജക്റ്റായിട്ട് കാണാം, ഒബ്ജക്റ്റീവായിട്ട് കാണാം. നമ്മുടെ വസ്ത്രത്തെ കാണുന്ന പോലെ, നമ്മുടെ ഗൃഹം കാണുന്നത് പോലെ, നമ്മുടെ വാഹനത്തെ കാണുന്നത് പോലെ നമ്മുടെ ശരീരത്തെയും ശരീരത്തിൻ്റെ ആവശ്യങ്ങളെയും അതിൻ്റെ പ്രവൃത്തികളെയും ഒക്കെ ഒരു ഉപകരണത്തിൻ്റെ പ്രവൃത്തിയായിട്ട് കാണാം. ഇതൊന്നും എൻ്റേതല്ല എന്ന് എന്താ പറയുക, ഉള്ള അഭിമാനത്തെ കളയാം. അതൊരു അഭിമാനം വേണ്ട, അഭിമാനത്തെ ഉപേക്ഷിക്കാം എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ അഭിമാനം വന്നു ചേർന്നത്? നമ്മൾ ഈ ബുദ്ധിയുമായിട്ടുള്ള അവിഹിത വീഴ്ചയിലാണ് വന്നു ചേർന്നത് എന്ന് എടുത്തു പറയണം. ഓരോ പ്രവൃത്തികളും എടുത്തെടുത്ത് പറയണു. ഇനി ക്വചിത് ഗായതി ഗായന്ത്യാം രുദത്യാം രുദതി ക്വചിത് ക്വചിത് ഹസന്ത്യാം ഹസതി ജൽപന്ത്യാം അനുജൽപതി. ക്വചിത് ഗായന്ത്യാം ഗായതി. ഈ പുരഞ്ജനി പാടുമ്പോൾ പുരഞ്ജനനും പാടുന്നു. പുരഞ്ജനി പാടുമ്പോഴേ പുരഞ്ജനന് പാട്ട് വരുള്ളൂ. പുരഞ്ജനിയോടൊപ്പം പുരഞ്ജനനും പാടുന്നു എന്ന് കഥയിൽ. വാസ്തവത്തിൽ ഇവിടെ ജീവൻ ഈ ശരീരം പാടുമ്പോൾ, അതിലെ അവയവങ്ങൾ പാടുമ്പോൾ അത് ഞാനാണ് പാടുന്നത് എന്ന്, ഞാൻ വലിയ പാട്ടുകാരനാണ് എന്ന് ജീവൻ അഭിമാനിക്കുന്നു. അതാണ് ഇവിടുത്തെ ഗായതി ഗായന്ത്യാം. പുരഞ്ജന്യാം ഗായന്ത്യാം സതി പുരഞ്ജനഃ അപി ഗായതി. രുദത്യാം ക്വചിത് രുദതി. അവൾ കരയുമ്പോൾ അവനും കരയുന്നു. അവളുടെ കരച്ചിൽ അവൻ ഏറ്റെടുക്കുന്നു അർത്ഥം. ബുദ്ധിയുടെ കരച്ചില് ആത്മാവിന്റെ കരച്ചിലായി ആത്മാവ് ഏറ്റെടുക്കുന്നു. ഇവിടെ ജീവൻ ഏറ്റെടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ കരയുമ്പോൾ കരയുന്നു. ക്വചിത് ഹസന്ത്യാം ഹസതി. അവൾ ചിരിക്കുമ്പോൾ അവനും ചിരിക്കുന്നു. ജൽപന്ത്യാം അനുജൽപതി. അവൾ ജൽപ്പിക്കുമ്പോൾ അവനും ജൽപ്പിക്കുന്നു. സംസാരിക്കുക എന്നർത്ഥം. ജൽപ്പനം സംസാരം. അപ്പൊ അവൾ സംസാരിക്കുമ്പോൾ അവനും ഞാൻ പുറകെ സംസാരിക്കുന്നു നമ്മുടെ കഥയിൽ പറയുമ്പോൾ ശരീരം, അതുപോലെ ബുദ്ധി, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഈ വ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യതിരിക്തനായിട്ടുള്ള ജീവൻ ആത്മാ അതിൽ അഭിമാനിച്ചുകൊണ്ട് പരിമിതനായി തീരുന്നു, സ്വയം ദുഃഖിതനായി തീരുന്നു, സ്വയം കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ ഉള്ളവനായി തീരുന്നു എന്നർത്ഥം. ക്വചിത് ദാവതി ദാവന്ത്യാം തിഷ്ടന്ത്യാം അനുതിഷ്ഠതി അനുഷേദേ ശയാനായാം അന്വാസ്തേ ക്വചിദാസതീം. ദാവന്ത്യാം ദാവതി. ചിലപ്പോൾ അവൾ ഓടുമ്പോൾ അവൻ ഓടുന്നു, അവൾ ഓടുമ്പോൾ അവനും ഓടുന്നു എന്ന് കരുതുന്നു. നമ്മൾ നദിയിലൂടെ തോണിയിൽ പോവുകയാണെങ്കിൽ കരയിലുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഓടുന്നത് പോലെ തോന്നും അല്ലേ? ട്രെയിനിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെങ്കിലും അടുത്തുള്ള ട്രെയിൻ പോകുമ്പോൾ നമ്മൾ പോവുകയാണെന്ന് തോന്നും. ആകാശത്ത് മേഘങ്ങൾ നീങ്ങുമ്പോൾ ചന്ദ്രൻ നീങ്ങുന്നതായിട്ട് തോന്നും. ഇതൊക്കെ നമ്മുടെ നോട്ടപ്പശകുകൾ കൊണ്ട് വരുന്നതാണ്, ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്, ശരിക്കും നോക്കാത്തത് കൊണ്ട്. ഇതുപോലൊരു നോട്ടപ്പശകാണ് ഇവിടെയും. അവൾ ഓടുമ്പോൾ ജീവൻ ഓടുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ ഓടുന്നത് എന്താണ്? ഈ ഉപാധികളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധി അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പോൾ ജീവനും ഏറ്റെടുക്കുന്നു. ഓരോ കരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി അതിൽ അഭിമാനിച്ച് അത് ആത്മാവിലേക്ക് ആരോപിക്കുന്നു, അധ്യസിക്കുന്നു. അത് ജീവൻ ഏറ്റെടുക്കുന്നു എന്നർത്ഥം. അതാണ് ക്വചിത് ധാവതി ധാവന്ത്യാം. അവൾ ധാവനം ചെയ്യുമ്പോൾ അവനും ധാവനം ചെയ്യുന്നു. തിഷ്ടന്ത്യാം അനുതിഷ്ഠതി.
അവൾ നിൽക്കുമ്പോൾ അവനും നിൽക്കുന്നു എന്നുവെച്ചാലോ, ശരീരാദികൾ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നു എന്ന് ഈ ജീവൻ അഭിമാനിക്കുന്നു. വാസ്തവത്തിൽ ജീവന് സഞ്ചാരവുമില്ല, നിൽപ്പുമില്ല. അതെല്ലായിടത്തും ഒരുപോലെ എല്ലായ്പ്പോഴും വ്യാപിച്ചിരിക്കുന്ന വസ്തുവാണ്. പക്ഷെ അറിവില്ലായ്മ കൊണ്ട് ഈ ശരീരവുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഞാൻ ഓടുന്നു, ഞാൻ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. അനുഷേദേ ശയാനായ, അവള് ശയിക്കുമ്പോൾ, അവൾ ഉറങ്ങുമ്പോൾ, അവൾ കിടക്കുമ്പോൾ ഇവനും പിന്നാലെ കിടക്കുന്നു, ഞാൻ കിടക്കുന്നു എന്ന് കരുതുന്നു എന്നർത്ഥം. അനുഷേദേ ശയാനായ അന്വാസ്തേ ക്വചിത് ആസതി. ആസ്ത എന്ന് പറഞ്ഞാൽ വസിക്കുന്നു. അവൾ വസിക്കുമ്പോൾ അവനും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ വസിക്കുമ്പോൾ അവൻ താതാത്മ്യം പ്രാപിച്ച് വസിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. ബുദ്ധിയുടെ ധാരണകളെല്ലാം ജീവന്റെ ധാരണയായി മാറുന്നു. അപ്പൊ ജീവന്റെ എല്ലാവിധ സഞ്ചാരവും ഈ ബുദ്ധിക്ക് അധീനമായി തീരുന്നു എന്നർത്ഥം. ക്വചിദ്ധാവതി ധാവന്ത്യാം തിഷ്ടന്ത്യാം അനുതിഷ്ഠതി അനുഷേദേ ശയാനായാം അന്വാസ്തേ ക്വചിദാസതീം ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്ത്യാം അനുപശ്യതി ക്വചിത് ജിഗ്രതി ജിഗ്രന്ത്യാം സ്പൃശന്ത്യാം സ്പൃശതി ക്വചിത്. ഇതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണമൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ നാരദൻ വിശദമായിട്ട് തന്നെ പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു വിവേക വിചാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത്, വിചാരം ചെയ്യാത്തത് കൊണ്ടാണ്. വിചാരം ചെയ്താൽ ഈ താതാത്മ്യം വിട്ടുപോകും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ക്വചിത് ശൃണോതി ശൃണ്വന്ത്യ, അവൾ ശൃണ്വന്ത്യാം അവൻ ശൃണോതി. പുരഞ്ജനി ശ്രവിക്കുമ്പോൾ അവനും ശ്രവിക്കുന്നു. അതുപോലെ പശ്യന്ത്യാം അനുപശ്യതി, അവൾ കാണുമ്പോൾ, പശ്യന്ത്യാം എന്ന് പറഞ്ഞാൽ അവൾ കാണുമ്പോൾ അവനും കാണുന്നു. അതുപോലെ ക്വചിത് ജിഗ്രതി ജിഗ്രന്ത്യ, ഗ്രാണിക്കുക. ജിഗ്രതി എന്ന് പറഞ്ഞാൽ ഗ്രാണിക്കുന്നു. അവൾ ജിഗ്രന്ത്യ, അവൾ ഗ്രാണിക്കുമ്പോൾ, അവൾ മണക്കുമ്പോൾ അവനും മണക്കുന്നു. സ്പൃശന്ത്യാം സ്പൃശതി ക്വചിത്, അവൾ സ്പർശിക്കുമ്പോൾ അവനും സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദം, രൂപം, ഗന്ധം, സ്പർശം, ഇങ്ങനെയുള്ള 4 വിഷയങ്ങളെ ഈ 4 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ ബുദ്ധി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ജീവനും താതാത്മ്യം പ്രാപിക്കുന്നു. വാസ്തവത്തിൽ അതാത് കരണങ്ങളാണ് അത് പ്രവർത്തിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയും, ഗുണേഷു വർത്തന്തേ ഇതി മത്വാന സജ്ജതേ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ ആദ്യത്തെ ഗുണാഹ എന്നുള്ളത് ഗുണനിർമ്മിതമായ ഇന്ദ്രിയങ്ങൾ. ഗുണേഷു ഗുണനിർമ്മിതങ്ങളായ വിഷയങ്ങളിൽ വർത്തന്തേ വർത്തിക്കുന്നു. ഇതി മത്വ എന്നറിഞ്ഞിട്ട് ന സജ്ജതേ ഒട്ടലുണ്ടാകുന്നില്ല. ആർക്ക്? ഒരു ജ്ഞാനിക്ക്. ഒരു വിവേകി വിവേചിച്ചറിഞ്ഞതുകൊണ്ട് അയാൾക്ക് ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു, അതിലെനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് സ്വയം ഉദാസീനനായി ഇരിക്കുന്നു. ഇൻവോൾവ്ഡ് ആവുന്നില്ല, ആസക്തനാവുന്നില്ല, അതിൽ കർത്തൃത്വം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭോക്തൃത്വവുമില്ലാതെ മാറിയിരുന്ന് സാക്ഷിയായിരിക്കുന്നു. ആ ഒരു സാക്ഷിയായിരിക്കാൻ ആത്മാവിന് അല്ലെങ്കിൽ ജീവന് സാധിക്കണം. എത്രത്തോളം നമുക്ക് ഇൻവോൾവ്മെന്റ് കുറയുന്നുവോ ഓരോ കാര്യത്തിലും അത്രത്തോളം നമ്മൾ സ്വതന്ത്രരാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൾക്കാർ ഒരു കാര്യത്തിലും ഇടപെടാതെ മാറി നിൽക്കുന്നത്, അല്ലേ? നല്ല കാര്യങ്ങളിലൊന്നും ആരും ഇടപെടില്ല, വേണ്ടാത്തതിലൊക്കെ പോയിട്ട് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സത്സംഗം സംഘടിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അതിന് സംഘാടകരായിട്ട് ആരുമില്ല. ഒരു ക്ഷേത്രം നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകണം, അതിനാളില്ല. ആരെങ്കിലും അതിന് മെനക്കെട്ടാൽ അവർ മാത്രമായിട്ട് ഒറ്റപ്പെട്ടു പോകുക, അവരുടെ തലയിലാവും എല്ലാ കാര്യങ്ങളും. ധാരാളം ധനം വരുന്നുണ്ട്, അത് അടിച്ചു മാറ്റാൻ വല്ല വഴിയുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാലോ അവിടെ എല്ലാവരും കൂടി ചക്കപ്പഴത്തിൽ ഈച്ച പൊത്തും പോലെ പൊത്തുകയും ചെയ്യും. എന്നിട്ട് എന്താണ്, അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും.
അതിനു വേണ്ടിയിട്ടാണ്. ധനം കിട്ടുന്നിടത്ത് അതിൽ നിന്ന് പങ്ക് പറ്റാൻ വേണ്ടി അതിലേക്ക് ചുറ്റിക്കൂടുകയും എന്തെങ്കിലും ചെയ്യുന്നത് പോലെ ഭാവിക്കുകയും എന്നിട്ട് പരമാവധി അവിടുന്ന് എന്തൊക്കെ തനിക്ക് മുതലെടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കുകയും ചെയ്യുക. അല്ലാതെ അവിടേക്ക് തനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. അതിപ്പോൾ ദേവസ്വമായാലും ശരി, ബ്രഹ്മസ്വമായാലും ശരി, എല്ലാ വകുപ്പും കണക്കന്നെ. അവിടുന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദേവസ്വം ഭരണത്തിലൊക്കെ രാഷ്ട്രീയക്കാരും അതുപോലെയുള്ളവരൊക്കെ വന്നു ചേരുന്നത്. അവർക്ക് എന്ത് കിട്ടും, അവർക്ക് എന്തെല്ലാം അവിടുന്ന് പ്രിവിലേജസ് കിട്ടും. ദേവസ്വം വക വാഹനം, ദേവസ്വം വക ഓണറേറിയം, ദേവസ്വത്തിൻ്റെതായിട്ടുള്ളൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥാനം, എവിടെ പോയാലും സ്വീകരണം, അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ അവിടെ ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരുടെ നിന്ന് കൈക്കൂലി മേടിക്കാം, തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അവിടെ അപ്പോയിന്റ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയക്കാരാണെങ്കിലും ഈ വക കാര്യങ്ങളിലുള്ള ദേവസ്വം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. അല്ലാതെ ആരും സേവനം ചെയ്യാൻ വേണ്ടി വ്യഗ്രതയോട് കൂടിയിട്ടല്ല. ഭഗവാനെ സേവിക്കാം, ഭക്തജനങ്ങളെ സേവിക്കാം, എങ്ങനെ സേവിക്കാൻ പറ്റും, എത്ര നന്നായി സേവിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ആരും വരുന്നില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് ആരും ഒന്നിലും തലയിടുന്നില്ല. അത് നമുക്ക് ചുറ്റും കാണാം. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു കാര്യം ഇവിടെയും അപ്ലൈ ചെയ്തൂടെ? നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവയുടെ പാട്ടിന് വിട്ടൂടെ? അതിൽ ഇൻവോൾവ് ചെയ്യാതിരുന്നൂടെ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലേ? സ്വാതന്ത്ര്യമല്ലേ വേണ്ടത്? ചിന്തിക്കുക. സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഈ കരണങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഇൻവോൾവ്മെന്റിനെ, കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളെ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്ത്യാം അനുപശ്യതി ക്വചിത് ജിഗ്രതി ജിഗ്രന്ത്യാം സ്പൃശന്ത്യാം സ്പൃശതി ക്വചിത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി അതിൽ താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പോൾ ജീവനും അതിൽ താതാത്മ്യം പ്രാപിക്കുന്നു. ജീവന് അന്ധക്കരണത്തിലൂടെയാണ് അഥവാ ബുദ്ധിയിലൂടെയാണ് ഇന്ദ്രിയങ്ങളോടുള്ള ബന്ധം. ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോ അച്ഛനമ്മമാര് മക്കൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അഭിമാനിക്കാറുണ്ട്. എൻ്റെ മോന, അപ്പൊ അവൻ ചെയ്ത പ്രവൃത്തി ഞാൻ ചെയ്ത പ്രവൃത്തി തന്നെയാണെന്നുള്ള മട്ടിലാണ് പല അച്ഛനമ്മമാരും അഭിമാനിക്കുക. ശിഷ്യന്മാർ ചെയ്യുന്ന കാര്യത്തിൽ ഗുരുക്കന്മാർക്ക് അഭിമാനമുണ്ട്, അല്ലേ? കൊള്ളാം, എൻ്റെ ശിഷ്യൻ, എൻ്റെ ശിഷ്യ നന്നായി കാര്യങ്ങൾ നടത്തുന്നുണ്ട്, അവൾ എൻ്റെ ശിഷ്യ, അവൾ എൻ്റെ ശിഷ്യനാ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നു. നേരിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ആരെങ്കിലും ചെയ്തതൊക്കെ ഞാൻ ചെയ്തതാണ് എന്നുള്ള അഭിമാനം വന്നു ചേരുന്നു. അതുപോലെ ഇവിടെയും ജീവൻ ആത്മാ നേരിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇന്ദ്രിയങ്ങൾ ചെയ്തതിനെയൊക്കെ, അല്ലേ, ഭാര്യ വീട്ടിലെ സ്വത്ത് എൻ്റെ സ്വത്ത് തന്നെയെന്ന് അഭിമാനിക്കുകയാണ് ഇവിടെ. പുരഞ്ജനന്റെ ഭാര്യയാണ് പുരഞ്ജനി, പുരഞ്ജനിയുടെ ആൾക്കാരാണ് ഈ സേവകന്മാരൊക്കെ. ഇന്ദ്രിയങ്ങളാകുന്ന സേവകന്മാരൊക്കെ ചെയ്ത കാര്യങ്ങളെ പുരഞ്ജനി ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കുമ്പോൾ പുരഞ്ജനനും അവൾ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവർ ചെയ്തതൊക്കെ ഞാൻ ചെയ്തത് തന്നെ എന്നുള്ള മട്ടില് അഭിമാനിക്കുന്നു. പുറത്തുള്ള ആരോടെങ്കിലും പറയുമ്പോൾ ഒക്കെ ഞാൻ ചെയ്തു തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾക്കും പറ്റിയിരിക്കുന്ന അവിവേകം, അബദ്ധം. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. ക്വചിച്ച ശോചതീം ജായാം അനുശോചതി ദീനവത് അനുഹൃഷ്യതി ഹൃഷ്യന്ത്യാം മുദിതാം അനുമോദതേ. ക്വചിച്ച ശോചതീം ജായാം അനുശോചതി ദീനവത്. ജായാം ശോചതീം സത്യം. ഭാര്യ ശോചിക്കുമ്പോൾ, ദുഃഖിക്കുമ്പോൾ ഇവനും ദീനവത് അനുശോചതി, അവനും ദീനനായിട്ട് ഒപ്പം ശോചിക്കുന്നു, ദുഃഖിക്കുന്നു. ഭാര്യയുടെ ദുഃഖം തന്റെ ദുഃഖമായി താതാത്മ്യപ്പെട്ട് ഏറ്റെടുക്കുന്നു എന്നർത്ഥം. ഭാര്യ ഡിപ്രസ്ഡ് ആണോ, ഭർത്താവും ഡിപ്രസ്ഡ് ആണ്. ദീനവത്. അതുപോലെ അനുഹൃഷ്യതി ഹൃഷ്യന്ത്യാം മുദിതാം അനുമോദത്തെ.
അവൾ ഹർഷിക്കുമ്പോൾ ഹൃഷ്യന്ത്യാം സത്യാം സഹാബി അനുഹൃഷ്യതി, ഈ പുരഞ്ജനനും ഹർഷിക്കുന്നു, ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു എന്നൊക്കെ അർത്ഥം. അതുപോലെ മുദിതാം അനുമോദതെ, അവൾ മോദിക്കുമ്പോൾ ഇവനും ഒപ്പം മോദിക്കുന്നു, അവനും സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ ഹർഷം, മോദം മുതലായ ഭാവങ്ങളൊക്കെ ഭാര്യയ്ക്കുണ്ടാകുമ്പോൾ ഭർത്താവിനും ഉണ്ടാകുന്നു. ഇവിടെ ബുദ്ധിക്കുണ്ടാകുമ്പോൾ ജീവൻ ഏറ്റെടുക്കുന്നു എന്നർത്ഥം. ജീവന് ഹർഷം, ശോകം, മോഹം ഇതെല്ലാം വന്നു ചേരുന്നത് ഇവളുമായിട്ടുള്ള വീഴ്ച കാരണമായിട്ടാണ്. ഇവള് ഇടനിലക്കാരിയായിട്ട് ബന്ധിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഇവളില്ലെങ്കിൽ, ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പാട്ടിൽ പണിയെടുക്കുന്നു, ഞാൻ എൻ്റെ പാട്ടിലിരിക്കുന്നു, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരിക്കാമായിരുന്നു. ഇവിടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു കണ്ണിയാണ് ഈ ഭാര്യാരൂപത്തിലിരിക്കുന്ന ബുദ്ധി. സൂക്ഷ്മ ശരീരം എന്നർത്ഥം. പലപ്പോഴും ഇവിടെ ബുദ്ധിസ്ഥാനം സൂക്ഷ്മ ശരീരത്തെ മൊത്തമായിട്ടെടുക്കാം. സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരത്തിന്റെ പ്രവൃത്തികളെ ജീവനിലേക്ക് കണക്ട് ചെയ്യുന്നത്. ജീവൻ സൂക്ഷ്മ ശരീരത്തിലൂടെയാണ് സ്ഥൂല ശരീരത്തിലേക്ക് താദാത്മ്യം പ്രാപിക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം ഇല്ലെങ്കിൽ താദാത്മ്യമില്ല. അപ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇങ്ങനെയുള്ള ഈ സൂക്ഷ്മ ശരീരമാണ് ഈ ജീവനെ ഈ സ്ഥൂല ശരീരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് നിരന്തരം ചിന്തിക്കാനുള്ള വിഷയമാണ്. അങ്ങനെ നമുക്ക് ചിന്തിച്ച് ഇതുവരെ ചിന്തിക്കാത്തത് കൊണ്ട് വന്നു ചേർന്ന താദാത്മ്യത്തെ നമുക്ക് പതുക്കെ ഉപേക്ഷിക്കാം. താദാത്മ്യത്തിൽ നിന്ന് കരകയറാം. വിവേകം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറിട്ട് മാറി നിൽക്കാനുള്ള ശക്തി ഉണ്ടാവും. ഇതെൻ്റേതല്ല, 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 ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇത് ഞാനല്ല എന്നിങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുക. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇങ്ങനെ നിരന്തരം വിചാരം ചെയ്യണം. വിപ്രലബ്ധോ മഹിഷ്യൈവം സർവപ്രകൃതിവഞ്ചിതഃ നേച്ഛൻ അനുകരോത്യജ്ഞഃ ക്ലൈബ്യാത് ക്രീഡാമൃഗോ യഥാ. മഹിഷ്യാ ഏവം വിപ്രലബ്ധഃ, മഹിഷിയാൽ, ഭാര്യയാൽ ഇപ്രകാരം വിപ്രലബ്ധൻ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെട്ടവനായിട്ട്, മോഹിപ്പിക്കപ്പെട്ടവനായിട്ട് എന്നൊക്കെ അർത്ഥം. വഞ്ചിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള അജ്ഞഃ, അറിവില്ലാത്തവനും, സർവപ്രകൃതി വഞ്ചിതഃ, തൻ്റെ പ്രകൃതിയിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടവനായിട്ട്, തൻ്റെ സ്വരൂപം വിസ്മരിക്കപ്പെട്ടവനായിട്ട്, തന്നെ തന്നെ മറന്നവനായിട്ട്, തൻ്റെ നിലയും വിലയുമെല്ലാം മറന്നവനായിട്ട്. അല്ലേ? നമുക്കൊരു വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടിക്കഴിഞ്ഞാലോ നമ്മളെല്ലാം മറന്ന് നമ്മൾ ചിലപ്പോൾ തറയായിട്ട് മാറും. തറകളോട് കൂടിയാൽ നമ്മൾ തറയാവും. അപ്പം അതുപോലെയുള്ള ഇവിടെ ഭാര്യയോട് കൂടുന്നതോട് കൂടിയിട്ട് ഇയാൾ അയാളുടെ വിലയും നിലയും എല്ലാം മറന്നു. ഇവിടെ ജീവന്റെ സ്വരൂപം എന്താണെന്ന് മറന്ന്, വിലയും നിലയും മറന്ന്, ആനന്ദസ്വരൂപനാണെന്ന് മറന്ന് ഈ സൂക്ഷ്മ ശരീരത്തോടൊപ്പം സ്ഥൂല ശരീരത്തിലേക്ക് ആവേശിക്കുന്നു, അതിനോട് താദാത്മ്യം പ്രാപിക്കുന്നു. അതാണ് ഇവിടെ സർവപ്രകൃതി വഞ്ചിത, സകല പ്രകൃതികളിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും ഭ്രംശിക്കപ്പെട്ടവനായിട്ട് ക്ലൈബ്യാത്, ക്ലൈബ്യം നിമിത്തം, ക്ലീബത നപുംസക സ്വഭാവമാണ് ക്ലീബത. അവിടെ ജഡത, മന്ദത എന്നൊക്കെ അർത്ഥം തന്നെയാണ്. ആ വിവേകരാഹിത്യം കൊണ്ട്, ജാഡ്യം കൊണ്ട്. ക്രീഡാമൃഗ യഥാ നേച്ഛൻ അഭി അനുകരോതി. ക്രീഡാമൃഗം എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗം തന്നെ. വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയും അതുപോലെയുള്ളതായിട്ടുള്ള പെറ്റ് അനിമൽസ്, അവയാണ് ക്രീഡാമൃഗങ്ങൾ. അത് എന്ത് ചെയ്യുന്നു? അതിനെ വളർത്തുന്ന യജമാനൻ പറഞ്ഞതനുസരിച്ച് അങ്ങേരുടെ പുറകെ നടക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ക്രീഡാമൃഗം. അത് ഏത് മൃഗമാണ് അദ്ദേഹം വളർത്തുന്നത് അതിനെ കൊണ്ടു നടക്കുന്നു, അയാൾ കൂടെ കൊണ്ടു നടക്കുന്നു, അനുസരിപ്പിച്ചുകൊണ്ട്. അത് കുരങ്ങനാണെങ്കിലും, വേറെ ഏതൊരു പക്ഷിയാണെങ്കിലും, ആനയാണെങ്കിലും, കുതിരയാണെങ്കിലും, പശുവാണെങ്കിലും, ഏത് ജന്തുവാണെങ്കിലും അയാൾ അതിനെ വളർത്തിയെടുക്കുന്നത്, മെരുക്കിയെടുക്കുന്നത് തൻ്റെ അനുസരണ, തന്നെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഈ ജീവൻ ഒരു ക്രീഡാമൃഗമായി തീരുന്നു. ആരുടെ കയ്യിൽ? ഈ ബുദ്ധിയാകുന്ന
പുരഞ്ജനിയുടെ കയ്യിൽ. അപ്പൊ നേച്ചൻ നബി എന്ന് പറയുന്നത് ഇവിടെ ഇച്ഛിക്കാത്തവനാണെങ്കിലും ഇച്ഛൻ നബി, സ്വയം ഇച്ഛിക്കുന്നില്ല എങ്കിലും അനുകരോതി, അവൻ പരവശനായി തീരുന്നു. അവളോടുള്ള വിധേയത്വം കാരണം അനുകരിക്കുന്നു, ഭാര്യയെ അനുസരിക്കുന്നു. അല്ലേ? പല ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ്. കുടുംബകലഹം ഇല്ലാതിരിക്കാൻ വേണ്ടി, ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഭാര്യ എന്തൊക്കെ തനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടോ അതൊന്നും കളയാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. തൻ്റെ വിലയും നിലയൊക്കെ മറന്ന് അവളെ അനുസരിക്കുന്നത്. അവളിൽ നിന്ന് കിട്ടുന്ന സുഖം അത് പല രീതിയിലാവാം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു സുഖമാണ്, തൻ്റെ മക്കളെ നോക്കി വളർത്തുന്നത് ഒരു സുഖമാണ്, വീട് വൃത്തിയാക്കി വെക്കുന്നത് ഒരു സുഖമാണ്, തൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് ഒരു സുഖമാണ്, ദാമ്പത്യ സുഖം ഒരു വലിയ സുഖമാണ്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നത് കൊണ്ട്, അനുകൂലമായിരിക്കുന്നത് കൊണ്ട്, ചില കാര്യങ്ങളിൽ പ്രതികൂലമാണെങ്കിലും അത് കണ്ടില്ല എന്ന് നടിച്ച് കുടുംബകലഹം ഇല്ലാതെ ചില പുരുഷന്മാർ, ബുദ്ധിമാന്മാർ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെയും അതുപോലെ പരവശനായിട്ട് അവളിൽ നിന്ന് കിട്ടുന്ന സുഖം കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഈ ജീവൻ ഈ ബുദ്ധിയുമായി താതാത്മ്യം പ്രാപിച്ച് ഇഷ്ടമില്ലെങ്കിൽ പോലും അതെല്ലാം ചെയ്യുന്നു എന്നാണ്. എന്നുവെച്ചാൽ തൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇത് തടസ്സമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യാൻ ശീലിച്ചു പോകുന്നു. ആ ശീലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ കള്ള് കുടിക്കുന്നവർക്കൊക്കെ അറിയാം, കള്ള് ഹാനികരമാണ് ആരോഗ്യത്തിനും, എന്താ പറയുക, ധനസ്ഥിതിക്കും, തൻ്റെ യശസ്സിനും, തൻ്റെ ഉദ്യോഗത്തിനും എല്ലാറ്റിനും ഹാനികരമായിട്ടുള്ള കാര്യമാണ് താൻ മദ്യപാനാദികൾ ചെയ്യുന്നത് എന്ന്. എന്നാലും നിവൃത്തിയില്ലാതെ ചെയ്യും, അവശനായിട്ട് ചെയ്യും, ശീലം കൊണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവിടെ ജീവൻ പെട്ടുപോയിരിക്കുകയാണ്, ശീലം കൊണ്ട് പെട്ടുപോയിരിക്കുകയാണ്. ഒരു കാലം കൊണ്ട് ഇതൊരു ശീലമായി മാറി അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ, പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അതിന് നല്ല ധൈര്യം വേണം. ഒരു കള്ളുകൂടിയന് കള്ളുകൂടി നിർത്തണമെങ്കിൽ നല്ല ധൈര്യം വേണം. ഒരു സിഗരറ്റ് വലിക്കുന്നവൻ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം. ധൈര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സ്ഥിരതയാണ്, വിൽ പവറാണ്. നല്ല വിൽ പവറുള്ള ഒരാൾക്ക് അരുതാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വയം പിന്തിരിയാൻ സാധിക്കുള്ളൂ. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ ഏത് കാര്യമാണെങ്കിലും അതിന് നല്ല വിൽ പവർ വേണം. അപ്പൊ ഇവിടെ വിൽ പവർ ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ വീണ്ടും വീണ്ടും തുടരുന്നു. അപ്പോൾ നമ്മൾക്ക് അരുതാത്തത് ചെയ്യാതിരിക്കാൻ വിൽ പവർ ഡെവലപ്പ് ചെയ്യണം. ആ വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ പൂർവികർ തന്നിരിക്കുന്നത്. ദിവസവും ചെയ്യേണ്ട നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, ജപങ്ങൾ, പല വ്രതങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, ഇച്ഛാശക്തിയെ പ്രബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വിൽ പവർ നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടപ്പിൽ വരുത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത നിമിഷം തന്നെ അതിൽ നിന്ന് താഴോട്ട് പതിക്കും, കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ വ്രതങ്ങൾ അനുഷ്ഠിക്കണം, നമ്മുടെ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ഇതെല്ലാം ഉണ്ട്. എങ്കിലേ നമുക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ചിന്തിച്ച കാര്യം നടപ്പിൽ വരുത്താൻ സാധിക്കുള്ളൂ. നമ്മൾ നിശ്ചയിച്ച കാര്യത്തെ നമുക്ക് നടപ്പിൽ വരുത്തി മുന്നോട്ട് പോകണമെങ്കിൽ വിൽ പവർ വേണം. അതല്ലെങ്കിൽ ഇങ്ങനെ അവശരായിട്ട് കുഴഞ്ഞു വീഴും. അപ്പോൾ എങ്ങനെയാണോ മദ്യപാനി, ആ മദ്യപാനം നിർത്താൻ അവന് വിൽ പവർ വേണ്ടത്, അതുപോലെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കണം. ഞാൻ ഇനി വെജിറ്റേറിയൻ ആയിരിക്കും, ഞാൻ ഇനി ഹിംസകൾ ചെയ്യില്ല, ഒരു ജന്തുവിനെയും തിന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നാവിൻ്റെ ആ ടെംപ്ടേഷൻ ഉണ്ട്, ആ രുചി ഇതുവരെ അനുഭവിച്ചത്. അപ്പോൾ അതിനി അതുപോലെയുള്ളതായിട്ടുള്ള സന്ദർഭങ്ങളിൽ പോകുമ്പോൾ, കല്യാണ പാർട്ടിക്ക്, ബൊഫെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അപ്പുറത്ത് വേറെ എന്താ പറയുക, നോൺ വെജ് വിഭവങ്ങൾ കാണുമ്പോൾ
ഇന്നൊരു ദിവസം ആവാം എന്ന് കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ അവൻ്റെ നാവിനെ പിടിച്ച് കെട്ടാനുള്ളതായിട്ടുള്ള ബലം അവൻ്റെ മനസ്സിന് ഉണ്ടാവണം. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി ബലമായി നിയന്ത്രിക്കണം. അപ്പം മാത്രമേ ഈ ജീവന് രക്ഷയുള്ളൂ. നേരെ മറിച്ച് ബുദ്ധിയാകുന്ന സാരഥി തന്നെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് അടിമയാണെങ്കിൽ, അതിന് തുറന്നു വിടുകയാണെങ്കിൽ, യാതൊരു സ്വാതന്ത്ര്യവും ഇയാൾക്കില്ലെങ്കിൽ ഈ ജീവനും തലയും കുത്തി വീഴുന്നു. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. മഹിഷ്യ ഏവം വിപ്രലബ്ധ, ഭാര്യയാൽ ഇപ്രകാരം വഞ്ചിക്കപ്പെട്ടവനായിട്ട് അജ്ഞനായിട്ടുള്ളവൻ, സർവപ്രകൃതി വഞ്ചിത, തന്റെ സ്വഭാവമെല്ലാം നഷ്ടപ്പെട്ട് ഭ്രംശിക്കപ്പെട്ട്, ക്ലൈബ്യാത് ക്രീഡാമൃഗ യഥാ, അവന്റെ പാരവശ്യം കാരണം, നപുംസകത്വം കാരണം അവൻ ഒരു കളിപ്പാട്ടം പോലെ അല്ലെങ്കിൽ വളർത്തു മൃഗം പോലെ, നേച്ഛൻ നബി, ഇച്ഛിക്കുന്നില്ലെങ്കിൽ പോലും അനുകരോതി, അനുകരിക്കുന്നു, ശീലമായിപ്പോയി. ആ ശീലങ്ങളിൽ നിന്നാണ് പുറത്തേക്ക് വരേണ്ടത്. അപ്പോ ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ മോക്ഷപ്രകരണേ പുരഞ്ജനോ വാക്യാനി പഞ്ചവിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോ ഈ 1-ാം അധ്യായത്തിലെ അഥവാ പുരഞ്ജനോപാഖ്യാനത്തിലെ ആദ്യത്തെ ഭാഗത്ത് പ്രധാനമായിട്ടും ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും കുറിച്ച് സൂചിപ്പിച്ചു. സുഷുപ്തി അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇനി സ്വപ്നാവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ആഖ്യായികയാണ് ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വരുന്നത്. 26-ാം അധ്യായത്തിൽ വരുന്നത്. നമുക്ക് നാളെ തുടരാം. നാളെ നോക്കാം, ഇന്ന് വേണ്ട. ഇപ്പൊ സമയം ആയതുകൊണ്ട് ഇപ്പൊ ആദ്യം തുടങ്ങാൻ പോകില്ല. പുതിയൊരു അധ്യായം നാളെ തുടങ്ങാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ തുടരാം. ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു. വൈകിട്ട് അധ്യാത്മ രാമായണം കാണാം.